നമ്മൾ കളി കാണാൻ വേണ്ടി നമ്മളെ അണ്ണ എല്ലാം സെറ്റ് ചെയ്തെങ്കിലും സിഗ്നൽ കട്ടാവുന്നതാണ്. അച്ചോണ ഇന്ന് പ്രൊജക്ടർ വരെ കൊണ്ടുവന്നതാണ്. പക്ഷേ മിഷൻ അൺക്ലാഷ്ഡ്, സിഗ്നൽ ഔട്ട്. IPL വ്ളോഗ് തേടി നമ്മളിനി ഫോണിൽ കാണും. കോഹ്ലി ഔട്ട് ആയിട്ടില്ല. കോഹ്ലി ഉള്ളത് കളി നമ്മുടെ കയ്യിലാണ്. പോയി ഗൈസ്, കോഹ്ലി ഔട്ടായി എന്നാണ് പറഞ്ഞത്. കോഹ്ലി പോയി. ഗൈസ്, കോഹ്ലി ഔട്ടായതിന്റെ സങ്കടത്തിൽ ഞാൻ സ്വയം വെടിവെച്ച് മരിക്കാം. ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട് ഗൈസ്. ഒരു 200 റൺ എന്തായാലും കയറ്റാൻ പറ്റിയ ഒരു പ്രൊമോഷനാണ്. നിവേദി ഇത് കാണുകയാണെങ്കിൽ വീഡിയോക്ക് റീച്ച് കിട്ടാൻ നിവേദ്യ വേണ്ട. നമുക്ക് നിവേദ്യരെ ബോണ്ട കൈ കൊണ്ട് തൊടാൻ പാടില്ല. നിവേദ്യ നമ്മളെ വിക്കറ്റ് എടുത്ത് ആ പേര് പറഞ്ഞപ്പോ ഒരു വിക്കറ്റ് പോയി. അങ്ങനെ അവസാനം നമ്മൾ തിയേറ്റർ ഒന്നായിരിക്കുകയാണ്. നമ്മളെ കഷ്ടപ്പാടുകളൊന്നും വെറുതെ ആയില്ല. അങ്ങനെ 1.5 മണിക്കൂറിന് ശേഷം നമ്മുടെ പ്രൊജക്ടർ സെറ്റ് ആക്കിയിരിക്കണം. നമ്മുടെ അവസാനത്തെ ബോൾ 1 വിക്കറ്റ്. അപ്പൊ ഇത് വിക്കറ്റ് ആയിരിക്കും മിക്കവാറും. മുകളിൽ പോയി. ഞാൻ പറഞ്ഞില്ലേ ജയിക്കാൻ 191. അങ്ങനെ നമ്മള് വീട്ടിൽ നിന്ന് നേരെ ഉണ്ണണ്ണന്റെ കടയിൽ പോവാണ്. എന്തിന് കളി കാണാൻ വേണ്ടി കടയിൽ പോവാണ്. അങ്ങനെ നമ്മൾ കടയിലെത്തി. ഇവിടെയാണ് നമ്മളെ ബാക്കി പരിപാടികൾ. അപ്പൊ പടക്കം വാങ്ങണം. കളി ആരും ജയിക്കണോ? എന്റെ അഭിപ്രായത്തിൽ കളി RCB തന്നെ ജയിക്കുക. 190 ഉണ്ട്. നമുക്ക് ധാരാളം 192 ഉണ്ട് ജയിക്കും. അത് മതി നമുക്ക്. പക്ഷേ ഈ സാല കപ്പ് നമ്മുടെ അങ്ങനെ എല്ലാവരും എത്തിയിരിക്കുകയാണ്. കളി സെറ്റാക്കാനായിട്ട് എല്ലാവരും എത്തിയിരിക്കുകയാണ്. പ്രൊജക്ടറിൽ കാണാമെന്നുള്ള അതിമോഹം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. പിള്ളേരും അങ്ങനെ നമ്മൾ പടക്കം വാങ്ങാൻ പോവാണ്. പടക്കം വാങ്ങാൻ കളി തോറ്റാലും ജയിച്ചാലും പടക്കം പൊട്ടിക്കും. നമ്മൾ ആര് ജയിച്ചാലും പടക്കം പൊട്ടിക്കുന്നു. ഒന്നും പറ്റിയില്ലെങ്കിലേ കണ്ണന്റെ കടയിൽ നിന്ന് 5 ഗ്ലാസ് നമ്മൾ വ്ളോഗ് എടുക്കണ ഫോണിൽ കളി ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇത് വേറെ ഫോണിൽ നമ്മൾ വ്ളോഗ് എടുക്കുകയാണ്. സഞ്ചരിക്കുന്ന IPL ഷോ ആണ് ഇവിടെ. 110 പോയിട്ടിരിക്കുകയാണ് അരുമാനൂരിൽ കൂടെ. പക്ഷെ അപ്പോഴേ നമ്മൾ വ്ളോഗ് കാണും. കിലോമീറ്റർ കാണിക്കണ്ട. പിന്നെ വിക്കറ്റ് എടുത്ത് കളി നമ്മുടെ കയ്യിൽ. RCBയുടെ കയ്യിൽ കളി 300 വെറുതെ ഇല്ല. പടക്കം പൊട്ടിക്കും നമ്മളൊന്ന്. പടക്കം RCBക്ക് വേണ്ടി പടക്കം പൊട്ടിക്കും നമ്മള്. കമാറിയ 10 വിട്ടെങ്കിൽ എന്തൊരു വിക്കറ്റ് എടുത്തതേ. 18 വർഷത്തെ കാത്തിരിപ്പിന്ന് അവസാനിക്കും. അങ്ങനെ നമ്മൾ മാലപ്പടക്കം വാങ്ങിച്ചിട്ടുണ്ട്. മാലപ്പടക്കം RCB ജയിച്ചാലും തോറ്റാലും പൊട്ടിക്കുന്നു. സച്ചോണ്ട് ലൈവിലെത്തിയിരിക്കുകയാണ്. ഈ ബോൾ എന്താകും? ഈ സാല കപ്പ് നമ്മളെ 300 രൂപയുടെ പടക്കമാണ് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഇത് വെറുതെ ആവൂല. 5 6 അടിക്കുന്നുണ്ടോ? തീർന്ന് കളി തീർന്ന്. 5 ബോൾ 28 റൺ തീർന്ന്. കളി തീർന്ന്. RCBയുടെ കയ്യിലായി. നമ്മള് പടക്കം പൊട്ടിക്കണം. നമുക്ക് പൊട്ടിക്കാം. പടക്കം RCB അങ്ങനെ 18 വർഷത്തിന് ശേഷം RCB കപ്പടിക്കാൻ പോവാണ്. RCB കപ്പടിക്കാൻ പോവാണ്. വിരാട് കോഹ്ലി കരയാണ്. ₹300 പോയ വിഷമത്തിൽ അവിടെ വേറെ എവിടെയോ പടക്കം പൊട്ടിക്കാണ് ഗൈസ്. നമ്മളെ ഏരിയയിൽ നമ്മൾ പടക്കം പൊട്ടിക്കും.
ഗൈസ് പടക്കം പൊട്ടിച്ച് വീട്ടിലുള്ളവരെല്ലാവരും പുറത്തു വന്നു ഗൈസ്. തെറിവിളിയൊക്കെ ആയിരുന്നു അവസാനം. അപ്പോൾ ഗൈസ് നമ്മൾ പാക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ 18 വർഷത്തിന് ശേഷം RCB കപ്പടിച്ചിരിക്കുകയാണ്. അപ്പം സന്തോഷം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ. അങ്ങനെ കടയുടെ ഷട്ടർ ഇട്ട്